തുടങ്ങാം. കണ്ണൂർ ജില്ല CPIM-ൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും ശക്തി കേന്ദ്രമാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സ്വാധീന കേന്ദ്രമാണ് കണ്ണൂർ ജില്ല. അത് പാർട്ടി മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലായാലും ബഹുജന സ്വാധീനത്തിൻ്റെ കാര്യത്തിലായാലുമെല്ലാം രാജ്യത്തെ പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. ഈ ജില്ലയിലെ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ചുമതല ഏറ്റവും ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു ചുമതലയാണ് എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ആ ചുമതല ജില്ലയിലെ പാർട്ടി നേതാക്കൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായി ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത്. കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഈ നിലയിൽ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സംഘടനയായാലും ബഹുജന സ്വാധീനമുള്ള പാർട്ടിയായാലും മാറിയിട്ടുള്ളത് സ്വാഭാവികമായി വന്നു ചേർന്നിട്ടുള്ള ഒന്നല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള അത്യുജ്വലമായ പോരാട്ടങ്ങളുടെ ഭൂമികയാണ് കണ്ണൂർ ജില്ല. കയ്യൂരിലും കരുവള്ളൂരിലും കാവുമ്പായിലും മുനയംകുന്നിലും പാടിക്കുന്നിലും പഴശ്ശിയിലും പായത്തും പെരളത്തും തില്ലങ്കേരിയിലും എല്ലാം നടന്നിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള കർഷക പോരാട്ടങ്ങൾ, ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ, മൊറാഴയുണ്ട്, തലശ്ശേരി കടപ്പുറത്ത് നടന്നിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടമുണ്ട്. അങ്ങനെ ഈ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ട് നടന്ന അത്യുജ്വലമായ പോരാട്ടങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ കാലഘട്ടത്തിലാണെങ്കിൽ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം പോലുള്ള മഹാരക്തസാക്ഷിത്വങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ, അതോടൊപ്പം തന്നെ 173 വരുന്ന ധീരരായ രക്തസാക്ഷികൾ ജീവൻ സമർപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പും പോരാട്ടവും, അതിൻ്റെ എല്ലാം ഉൽപ്പന്നമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി. അതോടൊപ്പം തന്നെ രാജ്യത്താകെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ ആ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ജില്ല കണ്ണൂർ ജില്ലയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയായിരുന്നു അതിനവർ തിരഞ്ഞെടുത്തത്. തലശ്ശേരിയിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ആ കലാപത്തെ ചെറുത്തു പരാജയപ്പെടുത്തിയ ജില്ല കൂടിയാണ് കണ്ണൂർ ജില്ല. അങ്ങനെ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള പോരാട്ടം, അതോടൊപ്പം തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ ചെറുത്തു നിന്ന അനുഭവം, മൊറാഴ പോലുള്ള അതിധീരമായിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭൂമിക, ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പുരോഗമന കമ്മ്യൂണിസ്റ്റ് ശക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ പ്രദേശമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ സ്വാധീനവും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനവും പാർട്ടിയുടെ കരുത്തും കൂടുതൽ ശക്തമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്തമാണ് ജില്ലാ കമ്മിറ്റിക്കും ജില്ലാ സെക്രട്ടേറിയറ്റിനും ഉള്ളത് എന്നുള്ള കാര്യം ഇവിടെ ആമുഖമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ചേർന്ന് കൂട്ടായി ആ ചുമതല ഞങ്ങൾക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ജില്ലയിലെ രാഷ്ട്രീയ സ്വാധീനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ
നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം 50% വോട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമായി ലഭിച്ചിട്ടുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. ഇപ്പോൾ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള സമ്മേളനം പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 1 മുതൽ 3 വരെയാണ് ജില്ലാ സമ്മേളനം നടന്നത്. കൊല്ലത്ത് വെച്ച് സംസ്ഥാന സമ്മേളനം പൂർത്തീകരിച്ചു. മധുരയിൽ വെച്ച് പാർട്ടി കോൺഗ്രസും പൂർത്തീകരിച്ചു. ഈ സമ്മേളനങ്ങളിലെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ചും അതിൽ ഇടതുപക്ഷത്തിൻ്റെ കടമ എന്താണ് എന്നും പാർട്ടിയുടെ സ്വതന്ത്ര ശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നും വളരെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് ചില ടാസ്കുകൾ, ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചിരുന്നു. ആ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്ത് ഭരിക്കുന്ന ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ, അതുപോലെ തന്നെ പതിറ്റാണ്ടുകളോളം പരിശ്രമിച്ചുകൊണ്ട് കെട്ടിപ്പടുത്തിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യത്തിൻ്റെ അസറ്റുകൾ, ഇതെല്ലാം കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള നയമാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നയം യഥാർത്ഥത്തിൽ ആവിഷ്കരിച്ചത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റായിരുന്നു. അന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച നയത്തെ എതിർത്തവരായിരുന്നു സ്വദേശി ജാഗരണ മഞ്ചും മറ്റുണ്ടാക്കി എതിർത്തവരായിരുന്നു ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവർ. കോൺഗ്രസ് നടപ്പിലാക്കിയിട്ടുള്ള നയം, ആ നയം കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്ന ചിത്രമാണ് നമ്മൾ രാജ്യത്താകെ കാണുന്നത്. അത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള നയമാണ്. ആ നയം രാജ്യത്തെ തൊഴിലാളികളും കർഷകരും ഉൾപ്പെടെയുള്ള ഏറ്റവും പിന്നോക്ക വിഭാഗം നിൽക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, അതിസമ്പന്നരുടെ, ശതകോടീശ്വരന്മാരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമായി നമ്മുടെ രാജ്യം മാറിയിരിക്കുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സാമ്പത്തിക അന്തരം വൻതോതിൽ വർദ്ധിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറുകയാണ്. അപ്പോൾ നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ സാധാരണ ജനങ്ങളും അതിസമ്പന്നരും തമ്മിലുള്ള അന്തരം വൻതോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം നടപ്പിലാക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ദുരവസ്ഥ നമ്മുടെ രാജ്യത്ത് വന്നു ചേർന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അഴിമതി ഇവിടെ സ്ഥാപനവൽക്കരിച്ചിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി തന്നെ റദ്ദാക്കുന്ന സ്ഥിതിയുണ്ടായി. അഴിമതിക്ക് നിയമപരിരക്ഷ നൽകിക്കൊണ്ട്, നിയമപരമായ സംവിധാനം ഒരുക്കിക്കൊണ്ട് അഴിമതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ക്രോണിക് ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമായി, ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഭാഗമായി കോർപ്പറേറ്റുകളും ഭരണ രാഷ്ട്രീയ നേതൃത്വവും എല്ലാം ചേർന്നുകൊണ്ട് അഴിമതി സ്ഥാപനവൽക്കരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു ഭരണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് മാറിയിരിക്കുക. എന്നാൽ ഇത്തരത്തിലുള്ള നയങ്ങൾ ജനങ്ങളിൽ നിന്ന് ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നയങ്ങളും മറുഭാഗത്ത് നടപ്പിലാക്കും. അതിനു വേണ്ടിയാണ് മതവിശ്വാസത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ചുകൊണ്ട് ഇതര മതവിശ്വാസികളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം നടപ്പിലാക്കുന്നത്. കോർപ്പറേറ്റുകളെ അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണോ ബ്രിട്ടീഷ് കാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ചെയ്തത്, ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക, ആ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാ മേഖലയും സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുക. അത് ആരോഗ്യ മേഖലയായാലും ശരി, വിദ്യാഭ്യാസ മേഖലയായാലും ശരി, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായാലും ശരി, സകല മേഖലകളെയും സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ രാജ്യത്താകെ പാർട്ടി ഏറ്റെടുക്കുന്ന ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് എന്താണെന്ന് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്.
ആ ടാസ്ക് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ ജില്ലയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ ജില്ലയിലെ പാർട്ടിയാകെ നടത്തുക. തീർച്ചയായും അതിനു വേണ്ടിയുള്ള ഒരു കൂട്ടായ നേതൃത്വമായി പുതിയ ജില്ലാ നേതൃത്വവും ജില്ലാ സെക്രട്ടേറിയറ്റും പ്രവർത്തിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ കേരളത്തിൽ തികച്ചും വ്യത്യസ്തമായ നിലപാടാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. ഇപ്പോൾ രാജ്യത്താകെ ലക്ഷക്കണക്കിന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ UDF ഭരിക്കുന്ന സമയത്തും കേരളത്തിൽ 4000 സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടി തീരുമാനിച്ചതാണ്. എന്നാൽ ഇപ്പോഴും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 10 ലക്ഷം കുട്ടികളാണ് പുതുതായി പ്രവേശനം തേടിയിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുന്നു. ആരോഗ്യമേഖല, രാജ്യത്താകെ ആരോഗ്യമേഖല പൂർണ്ണമായി സ്വകാര്യവൽക്കരിക്കും. എന്നാൽ കേരളത്തിലെ ആരോഗ്യരംഗത്തെ മുൻ അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ നമ്മുടെ ജില്ലാ ആശുപത്രികളിലേക്ക്, സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ജില്ലാ ആശുപത്രികളിലേക്ക് കൊണ്ടുവന്ന് ആരോഗ്യമേഖലയെ ശക്തിപ്പെടുത്തിയിരിക്കുന്നു. 3000 ആളുകൾക്ക് UDF ഭരിക്കുന്ന സമയത്ത് 3000 ആളുകൾക്കാണ് വീട് നൽകുന്നത്. അക്കാലത്ത് പാവങ്ങൾക്ക് വീട് നൽകുന്ന പ്രത്യേകമായിട്ടുള്ളൊരു ഹൗസിംഗ് സ്കീം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇടതുപക്ഷം 5 ലക്ഷം ആളുകൾക്ക് വീട് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചത്. 4.25 ലക്ഷത്തിലേറെ ആളുകൾക്ക് ഇതിനകം വീട് നൽകി കഴിഞ്ഞിരിക്കുന്നു. 600 രൂപയായിരുന്നു UDFൻ്റെ സമയത്ത് ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരുന്നത്. അത് 700 രൂപയാക്കി പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് ക്ഷേമ പെൻഷൻ നൽകിയില്ല. അങ്ങനെ 18 മാസം കുടിശ്ശികയാക്കി വെച്ചു. ആ കുടിശ്ശിക ഉൾപ്പെടെ പൂർണ്ണമായും നൽകിക്കൊണ്ട് 1600 രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച് നൽകുന്ന സമീപനം ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നു. അങ്ങനെ ക്ഷേമ പദ്ധതികൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യുന്ന, കേരളത്തെ വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടി, കേരളത്തെ ഒരു നോളജ് എക്കണോമിയായി, വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാക്കി രൂപപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഏറ്റവും ആധുനിക ഗ്രാഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ പോലുള്ള, സ്പേസ് പാർക്ക് പോലുള്ള ഏറ്റവും ആധുനികമായ മേഖലകളിൽ ഇടപെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ പൊതുമേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, ക്ഷേമ പദ്ധതികളെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, പൊതു ഇടങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് രാജ്യത്താകെ നടപ്പിലാക്കുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങൾക്ക് ബദലായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരായി സംസ്ഥാന സർക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ചുമതലയും നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വം ജില്ലാ കമ്മിറ്റിക്ക് ഉണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ തീർച്ചയായും ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള സമ്മേളനങ്ങൾ പൂർത്തിയായി. ആ സമ്മേളനങ്ങൾ എന്ന് പറയുക ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. പാർട്ടിയുടെ സംഘടനാ ശരീരമാകെ കരുത്തുറ്റതാക്കി മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ സമ്മേളനങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ടാസ്ക് നിർവഹിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ് ജില്ലാ കമ്മിറ്റിക്കുള്ളത്. ആ ഉത്തരവാദിത്തം ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുമെന്നാണ് ആമുഖമായി പറയാനുള്ളത്. പോരെ, തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. വിദേശസഭ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ എന്തെങ്കിലും പ്രത്യേകമായ അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെല്ലാം പിന്നീടാണ് ചർച്ച ചെയ്യുക. പിന്നീട് ഇപ്പോൾ ജില്ലാ സമ്മേളനം അംഗീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ മേലെ എങ്ങനെയാണ് സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസൊക്കെ അംഗീകരിച്ചിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് നടപ്പിലാക്കുന്നത് എങ്ങനെയെന്നുള്ളത് പിന്നീട് റിവ്യൂ റിപ്പോർട്ടിൻ്റെ ഭാഗമായി തീരുമാനിക്കുകയും ആ ടാസ്ക് സെറ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുകയാണ് ചെയ്യുക. അതിനകത്ത് സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളും വരും. അപ്പോൾ ആ ഘട്ടത്തിലാണ് അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ വേണ്ടി കഴിയും. പാർട്ടി ജില്ലാ സമ്മേളനം അംഗീകരിച്ച 37 കടമകളിൽ ഒന്നാമത്തെ കടമ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നുള്ളതാണ്. ആ ഒന്നാമത്തെ കടമയിൽ പറയുന്നത് അഴീക്കോടൻ രക്തസാക്ഷി ദിനമായിട്ടുള്ള സെപ്റ്റംബർ 23-ന് ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് കടമയിൽ പറഞ്ഞിട്ടുള്ളത്.
ആ ചുമതല നിർവഹിക്കൽ, ആ ഉത്തരവാദിത്വം നിർവഹിക്കലാണ് ഒന്നാമത്തെ ലക്ഷ്യമായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ആ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ജില്ലാ കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണൂർ പാർട്ടിയിൽ ഒരു തലമുറ മാറ്റം എന്ന രീതിയിൽ കൂടി വിലയിരുത്തപ്പെടുന്നത് എങ്ങനെയാണ്? അല്ല, ഞങ്ങൾ ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് ഒരു തലമുറ മാറ്റത്തിൻ്റെ പ്രശ്നമില്ല. മുതിർന്നവരും പുതിയവരും ചെറുപ്പക്കാരും കുറേ കൂടി ചെറുപ്പക്കാരും എല്ലാം ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണല്ലോ നടത്തുന്നത്. ഒരു തലമുറ മാറ്റത്തിൻ്റെ പ്രശ്നമല്ല, എല്ലാവരും ചേർന്നിട്ടുള്ള പ്രവർത്തനമാണ് എല്ലാ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനം തന്നെയാണ് ഇനിയും തുടരുക. അതിൽ ജില്ലാ സമ്മേളനം തന്നെ ചർച്ച ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചെടുക്കുമ്പോൾ മലയോര മേഖലയുണ്ട്, തീരദേശ മേഖലയുണ്ട്. ഈ രണ്ട് മേഖലകളിലും പാർട്ടിയുടെ സ്വാധീനം ശക്തിപ്പെടുത്തണമെന്ന് ജില്ലാ സമ്മേളനം കണ്ടിട്ടുള്ളത്. ഇതൊരു പ്രധാനപ്പെട്ട ഫോക്കസ് ആയിരിക്കും. ഈ രണ്ട് മേഖലകളിലും പാർട്ടി പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കും. എന്നാൽ അത് മാത്രം പോരാ. ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സ്വാധീന കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ പല രീതിയിൽ വേഷപ്രച്ഛന്നരായിട്ട് വർഗീയത വരുന്നുണ്ട്. ഇപ്പോൾ ചില ടൂർ പ്രോഗ്രാമായിരിക്കും, അല്ലെങ്കിൽ തീർത്ഥാടനം എന്നായിരിക്കും പുറത്ത് കാണിക്കുന്ന പേര്, മുഖംമൂടി തീർത്ഥാടനമായിരിക്കും, പക്ഷേ ലക്ഷ്യം വർഗീയതയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വരുന്ന വർഗീയതയുണ്ട്. ആ വർഗീയതയെ തുറന്നു കാണിക്കേണ്ടത് വളരെ പ്രധാനമാണ്. വിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് വിശ്വാസിയായി തുടരാനും അവിശ്വാസിയായിട്ടുള്ള ഒരാൾക്ക് അവിശ്വാസിയായി തുടരുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി പാർട്ടി പോരാടും. അതാണ് പാർട്ടിയുടെ പരിപാടിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ വിശ്വാസിക്ക് വിശ്വാസിയായി തുടരാം, അവിശ്വാസിക്ക് അയാളുടെ നിലപാടും ഉയർത്തിപ്പിടിക്കാം. അപ്പോൾ വിശ്വാസിക്കും പാർട്ടിയിൽ സ്ഥാനമുണ്ട്, അവിശ്വാസിക്കും പാർട്ടിയിൽ സ്ഥാനമുണ്ട്. എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? വിശ്വാസത്തിൻ്റെ മറവിൽ അന്യമത വിദ്വേഷവും വിദ്വേഷ പ്രചരണവും ജനങ്ങളെ ഭിന്നിപ്പിക്കലും ആസൂത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആസൂത്രിതമായി നടക്കുന്ന ഘട്ടത്തിൽ ഒരു തീർത്ഥാടനം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ ഒരു വർഗീയ അജണ്ടയുണ്ട് എന്നുള്ളത് സാധാരണ ജനങ്ങൾ ചിലപ്പോൾ തിരിച്ചറിഞ്ഞെന്ന് വരില്ല. വേഷപ്രച്ഛന്നമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വേഷപ്രച്ഛന്നമായി വരുന്ന വർഗീയതയെ തുറന്നു കാണിക്കാൻ, അവരുടെ വർഗീയ മുഖംമൂടി അഴിച്ചു മാറ്റാൻ ഉള്ള എല്ലാ പരിശ്രമവും പാർട്ടി ജില്ലാ കമ്മിറ്റി നടത്തും. അതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം വ്യത്യസ്ത രൂപത്തിൽ വർഗീയ ശക്തികൾ നടത്തുന്നത്. അതിനെ ഞങ്ങൾ ശക്തമായി ചെറുക്കും, നന്നായി തുറന്നു കാണിക്കും. ജനങ്ങളെ വർഗീയതയും മതവിശ്വാസവും വർഗീയതയും രണ്ടും രണ്ടാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കും. ഒരു മതവിശ്വാസിക്ക് ഒരു കാരണവശാലും ഇതര മതവിഭാഗക്കാരോട് വിദ്വേഷം ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും പാടില്ല. കാരണം മതവിശ്വാസത്തിൻ്റെ ഭാഗം ഇതര മതവിദ്വേഷമല്ല, ഇതര മതവിഭാഗങ്ങളോട് ഉൾപ്പെടെ അവരെ കൂടി ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്ന ഒരു സമീപനം. അതാണ് എല്ലാ ഘട്ടത്തിലും മതവിശ്വാസികൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ കാര്യം മതവിശ്വാസികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ പാരമ്പര്യമുണ്ട്, ആ നവോത്ഥാന പാരമ്പര്യമാണ്. ശ്രീനാരായണ ഗുരു മുതൽ ഇങ്ങോട്ടേക്ക് നവോത്ഥാന നായകർ ഉഴുതിമറിച്ച മണ്ണാണ് ഈ കേരളം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയിലൂടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നതിലൂടെയെല്ലാം കേരളം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉഴുതുമറിക്കപ്പെട്ട മണ്ണാണ്. ആ നവോത്ഥാന പ്രസ്ഥാനം അടിസ്ഥാനപരമായി വർഗീയതക്ക്, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനെതിരാണ്, സാഹോദര്യവും സ്നേഹവുമാണ് അത് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതിനെ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ടേക്ക് കൊണ്ടുപോകും. തീർച്ചയായും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് BJPയും അതുപോലെ തന്നെ ന്യൂനപക്ഷ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവരും ഉയർത്തുന്ന
വർഗീയ നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തമായ ജനകീയ പ്രതിരോധമായിട്ട് മാറും. അതുകൂടി ഈ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്നുകൂടി പറയാം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞോ പിന്നെയാണോ? അത് ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ മുഖ്യമന്ത്രിക്ക് ഞാൻ രാജിക്കത്ത് സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ ആ ചുമതല ഒഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ആ ചുമതല ഞാൻ കത്ത് എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചുമതല പൂർണ്ണമായിട്ട് ഒഴിഞ്ഞിരിക്കും. അതെ, ഈ വർഗീയത ചെയ്യുന്ന എന്താ, അതായത് ഇതര വിഭാഗങ്ങളെ എന്ന് പറഞ്ഞ്, ഇതര വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗമില്ല, അവർ അപരനെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഘട്ടത്തിലും ഫാസിസം അങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ ജർമ്മനിയിൽ ജൂത വിഭാഗങ്ങൾ ജർമ്മനിയിൽ ചെയ്തിട്ടുണ്ടല്ലോ നാസികൾ. അവർ അപരനെ സൃഷ്ടിച്ച് അവനെ ശത്രുവായി കാണുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രയാസത്തിൻ്റെയും കാരണം എന്താ? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്താകെ നടക്കുന്ന ഒരു പ്രത്യേകത, ഒരുതരം ബലതപക്ഷവൽക്കരണം. ഇപ്പം നിങ്ങൾക്ക് തൊഴിൽ കിട്ടാത്തതിൻ്റെ കാരണം എന്താ? മറ്റുള്ളവരിവിടെ വന്ന് പണിയെടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തൊഴിൽ കിട്ടാത്തത്. നിങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ അടിസ്ഥാനം മറ്റുള്ളവർ അവർ നിങ്ങളുടെ സമ്പത്തൊക്കെ കൈയടക്കി വെക്കുന്നുണ്ടാണ്. ഇങ്ങനെ ഒരു അപരൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണമുണ്ട്, ഒരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് നടത്തിയിട്ട് മറ്റുള്ളവരെ ഒരു അപരനാക്കി മാറ്റിക്കൊണ്ട്, ശത്രുവാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രചരണമുണ്ട്. ആ പ്രചരണത്തിന് വിധേയപ്പെട്ടു പോകുന്ന ചിലരുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ആ പ്രചരണത്തിന് വിധേയപ്പെട്ടു പോകുന്ന അവരെ നമുക്ക് ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ടാണ് RSSൻ്റെ സംഘപരിവാറിൻ്റെ ലക്ഷ്യം എന്താണ്? ജനങ്ങളെ എങ്ങനെയാണ് അവർ ഭിന്നിപ്പിക്കുന്നത്? അവരുടെ മതത്തെ ഉപയോഗിക്കുന്നത് മതവിശ്വാസം കൊണ്ടല്ല എന്നും, മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരം കൈയാളുന്നതിന് വേണ്ടിയാണ് എന്നും, ആ രാഷ്ട്രീയ അധികാരം ഏത് മതത്തെയാണോ അവർ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ആ മതത്തിനെതിരായിട്ട് പോലും ഉപയോഗിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ അധികാരമാണ് എന്നുള്ളത് കൃത്യമായി ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ, ഇപ്പോൾ സംഘപരിവാർ മുന്നോട്ടേക്ക് വെക്കുന്ന ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്നത് ഹിന്ദുക്കളുടെ ഒരു രാഷ്ട്രം എന്നാണ്. ഹിന്ദുക്കളുടെ രാഷ്ട്രമല്ല സംഘപരിവാറിൻ്റെ ഹിന്ദു രാഷ്ട്രം. ഹിന്ദുത്വം എന്താണ് എന്നുള്ളത് ഗോൾവാൾക്കർ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ്, നാം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം നിർവചിക്കപ്പെടുന്നു എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ നിയമദാതാവ് മനുസ്മൃതി എഴുതിയ മനു മഹർഷിയാണ്. ലോകം കണ്ട ഏറ്റവും നല്ല നിയമസംഹിത, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിയമവ്യവസ്ഥ മനുസ്മൃതിയാണ്. എന്താ മനുസ്മൃതി പറഞ്ഞ്? മനുഷ്യ സമൂഹത്തെ 4ആയി തരംതിരിച്ചു. ബ്രഹ്മാവ് നിണ്ടവ, ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൽ ഏറ്റവും ഉന്നത കുലജാതൻ ബ്രാഹ്മണൻ, പിന്നെ ക്ഷത്രിയൻ, പിന്നെ വൈശ്യൻ, പിന്നെ ശൂദ്രൻ, 4 വിഭാഗങ്ങൾ. ഈ 4 വിഭാഗങ്ങളാണ് വർണ്ണമുള്ളവർ, അവരാണ് സവർണർ. ശൂദ്രൻ എന്ന് പറയുന്നത് സവർണനാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ശൂദ്രനെ കൊണ്ടാണ് പറഞ്ഞത്. ശൂദ്രം അക്ഷര സംയുക്തെ ദൂരത പരിവർജിയത്, ശൂദ്രൻ അക്ഷരം കാണാൻ പാടില്ല എന്നാണ്. ആ ശൂദ്രൻ എന്ന് പറയുന്ന വിഭാഗവും സവർണനാണ്. എന്നാൽ ഈ വർണ്ണത്തിൽ പെടാത്ത മനുഷ്യരുണ്ട്, അവരെ മനുസ്മൃതി മനുഷ്യരായി കണ്ടില്ല. അവരാണ് പഞ്ചമന്മാർ, ഔട്ട്കാസ്റ്റുകൾ. അവരാണ് നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങൾ, വർണ്ണമില്ലാത്തവർ. അപ്പോൾ ഈ സവർണ വിഭാഗങ്ങളെ തന്നെ 4ആയി തരംതിരിച്ച് വർണ്ണമില്ലാത്ത സാധാരണ മനുഷ്യരെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത ഒരു വ്യവസ്ഥിതിയാണ് ഹിന്ദുത്വം. അപ്പോൾ ആ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദുവിന് എതിരാണ്. ഹിന്ദുവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതല്ല ഹിന്ദുത്വം, ഹിന്ദുവിനെതിരാണ് ഹിന്ദുത്വം. മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിനെതിരാണ് ഹിന്ദുത്വം. അപ്പോൾ സവർണ സമ്പന്ന കോർപ്പറേറ്റ് നക്സസാണ് സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വം. ആ ഹിന്ദുത്വം എന്താണ് എന്ന് ഹിന്ദുവിനെ പഠിപ്പിക്കണം. അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ, പുരോഗമന പ്രസ്ഥാനങ്ങളുടെ, ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് നിർവഹിക്കേണ്ടത്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്ന ജനവിഭാഗങ്ങൾ
ആ തെറ്റിദ്ധാരണയിൽ നിന്ന് മറികടന്നുകൊണ്ട് കൃത്യമായി സംഘപരിവാർ എന്ന് പറഞ്ഞാൽ എനിക്കും എതിരാണ്, ഇവൻ്റെ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ എനിക്കെതിരാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇവനെതിരായിട്ട് രംഗത്ത് വരും. അതിനുള്ള പ്രവർത്തനം കൂടിയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുക.